blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം ഇതിൽ കാണുന്ന പ്രോഗ്രാമുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും പ്രവൃത്തിയും ഈ എപ്പിസോഡുകളിലൂടെ അനേകരെ ഇതുവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഊഴവും എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി ആദ്യമേ പ്രാർത്ഥിക്കാം. കർത്താവേ, KG ജോർജിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, നാളെ തൻ്റെ ഭാര്യയുടെ ജന്മദിനമാണല്ലോ കർത്താവേ. ഞങ്ങൾ ചേർന്ന്, എല്ലാവരും ചേർന്ന് തന്നെ ഈ സമയത്ത് അനുഗ്രഹിക്കുന്ന എല്ലാവിധ ജന്മദിന നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് നിൻ്റെ മകളുടെ മേൽ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പീസ്ഫുൾ ലൈഫിനായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ കർത്താവെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും സൗഖ്യമാക്കി രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികൾക്ക് ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കുന്നു. അവിടെ ലൈഫിൽ വലിയ പുരോഗതി ഉണ്ടാകട്ടെ. നല്ലൊരു ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജീവിത പങ്കാളിയെ യേശുവെ അങ്ങ് കൊടുക്കണമേ. ഈ കുടുംബത്തിൻ്റെ പറയപ്പെട്ടതും പറയപ്പെടാത്തതുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ഇന്നത്തെ മിറക്കിൾ സ്റ്റുഡിയോയിലേക്ക് വളരെ വേഗത്തിൽ നമ്മൾ പോകുകയാണ്. അതിനുശേഷം വചന സന്ദേശം. ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി ഇന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സ്റ്റേ ബാക്ക്. ഗോഡ് ബ്ലെസ് യു ത്രൂ ദിസ് മിറക്കിൾസ് ടുഡേ ആൻഡ് ഓൾസോ ത്രൂ ദ മെസ്സേജ്. ബ്രദറിൽ നിൽക്കുന്ന ആൻറ്റിയുടെ പേര് സജി ചെറിയാൻ എന്നാണ്. ഈ ആൻറ്റി പറയുന്നത് ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് തൻ്റെ രണ്ട് കൈയിലും മുട്ടിന് കീഴ്പോട്ട വലത് കൈക്കും ഇടത് കൈക്കും ഇങ്ങനെ അലർജി വരുമായിരുന്നു. എന്നിട്ട് ഡോക്ടറെ കണ്ടിരുന്നു. പക്ഷേ അതിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞ് കൈയെല്ലാം രണ്ട് കൈയും തടിച്ചു പൊങ്ങുമായിരുന്നു. പക്ഷെ ആൻറ്റി പറയുന്നത് ഇതാണ്, മരുന്നൊന്നും കഴിച്ചിട്ട് യാതൊരുവിധ ഫലവും ഉണ്ടായിരുന്നില്ല, രോഗവും മാറിയില്ല. ഇത് ഈ ചൊറിച്ചിൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ബ്ലെസ്സിങ് ടുഡേ, അതായത് കഴിഞ്ഞ മാർച്ച് മാസം ആൻറ്റി ഇങ്ങനെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലിങ്ങനൊരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടപ്പള്ളിയിലെ ബ്ലെസ്സിങ് സെൻ്ററിൽ പറഞ്ഞ സാക്ഷ്യമാണ്. ഒരു അമ്മയും ഒരു കൊച്ചുകുഞ്ഞും വന്നിട്ട് കൊച്ചുകുഞ്ഞിന് മണ്ണിൽ ഇറങ്ങാൻ സാധിക്കത്തില്ല. മണ്ണിൽ ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ മേത്തെല്ലാം ചൊറിച്ചിൽ ഇത് അലർജി വരുമായിരുന്നു. അങ്ങനെ കുഞ്ഞിന് ആ അമ്മ
പുറത്തേക്ക് വിടില്ലായിരുന്നു. അങ്ങനെ കർത്താവ് ഇതുപോലെ ബ്രദർ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്ന സമയത്ത് ആ അമ്മ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ കുഞ്ഞിൻ്റെ മേൽ സൗഖ്യം വന്ന സാക്ഷ്യമാണ് ആ ഒരു ഞായറാഴ്ച അവിടെ പറഞ്ഞത്. അത് ടി വിയിൽ പ്രാർത്ഥനാ സമയത്ത് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആൻറ്റി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് ശേഷം, ഈ സാക്ഷ്യത്തിന് ശേഷം ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കുഞ്ഞിൻ്റെ അലർജി രോഗം മാറ്റിയ കർത്താവ് ഇതുപോലെയുള്ള അലർജി രോഗമുള്ളവരുടെ അലർജി രോഗം യേശു കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. ഈ സാക്ഷ്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കുന്നു, എസ്പെഷ്യലി അലർജീസ്. ദൈവിക രോഗസൗഖ്യം എല്ലായിടങ്ങളിലും ഇപ്പോൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ആ സമയത്ത് ആൻറ്റിയുടെ ഉള്ളിലേക്ക് ഒരു ഫെയ്ത്ത്, ഒരു വിശ്വാസം വന്നു കയറി. പെട്ടെന്ന് തൻ്റെ ശരീരം ഒന്ന് ഷിവർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൻറ്റി ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അലർജി വന്ന് അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഈ കൊച്ചുകുഞ്ഞിൻ്റെ ഈ അലർജി രോഗം മാറിയ സാക്ഷ്യം കേട്ടതും. അതിനുശേഷമാണ് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിൻ്റെ അലർജി രോഗം മാറ്റിയ കർത്താവ് ഇതുപോലെ അലർജി രോഗമുള്ളവരുടെ രോഗം എടുത്തു മാറ്റുന്നെന്ന് പറയലും പെട്ടെന്ന് തൻ്റെ ശരീരത്തിൽ ഒരു ഷിവറിങ് വന്നു. ആ സമയത്ത് ഇത് കണ്ട് തുടങ്ങുന്ന സമയത്ത് തൻ്റെ ചൊറിച്ചിൽ നിന്നു എന്നാണ് ആൻറ്റി പറയുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ മാസത്തിൽ കണ്ട് അതിനുശേഷം പിന്നെ ഇന്ന് ഈ സമയം വരെയും ആൻറ്റിയുടെ 2 കൈകളും അതേപോലെ ചൊറിച്ചിൽ വന്നിട്ടില്ല, ചൊറിഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായും യേശു കർത്താവ് എടുത്തു മാറ്റി എന്ന് ആൻറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. സന്തോഷമുള്ളവർ കൈകളെ അടിച്ച് യേശുവിന് നന്ദി പറയാം. എത്ര നാൾ ഇതുണ്ടായി കാണും? 1 year ആയിട്ട് ഇതുണ്ടായിരുന്നു. സൗഖ്യം കിട്ടിയിട്ട് എത്ര നാളായി? മാർച്ചിൽ എത്ര ദിവസങ്ങളായി കാണും? എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഒരാഴ്ചയായി കാണും? ഒരാഴ്ചയല്ല, മാർച്ച് മാസമായിരുന്നു. ഓക്കെ, 2 ആഴ്ച 3 ആഴ്ച ഏകദേശം 2-3 ആഴ്ചയായിട്ട്. അതിനു മുൻപ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്, അല്ല തുടർച്ചയായി? എനിക്ക് അലർജി ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില ആഴ്ചകളായി ആ ചൊറിച്ചിലോ പ്രശ്നങ്ങളോ ഇല്ല. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇൻവിസിബിളായിട്ടാണ് നടക്കുന്നത്, നമ്മൾ കാണത്തക്ക രീതിയിലല്ല. ഇറ്റ് കംസ് വെൻ വി ബിലീവ്. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആ സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കർത്താവ് അത് പകർന്നു തരും. ഹല്ലേലൂയ. കൈനീട്ടി ഈ സഹോദരിയെ അനുഗ്രഹിച്ചാലും കർത്താവെ, വിശ്വാസത്തോടെ ഇത് സ്വീകരിക്കുവാൻ നിൻ്റെ മകൾക്കിടയാക്കിയതിനായി നന്ദി. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ മകളെ ബ്ലെസ് ചെയ്യുന്നു. അതോടൊപ്പം ഇനിയും കർത്താവെ, രോഗങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിക്കാൻ ഇരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഓരോ സാക്ഷ്യങ്ങൾ പുതിയ പുതിയ വ്യക്തികളെ സാക്ഷികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇവിടെ ഇരിക്കുന്നവരും ഈ സാക്ഷി ഇപ്പോൾ കാണുന്നവരും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഇൻഡസ്റ്റൈൻ, കുടലിനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ടായി, എവിടെയോ ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാത്തൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതോടനുബന്ധിച്ചുള്ള പലവിധ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ലെറ്റ്സ് റീഡ് John chapter 3 verse number 16 through 21. ഇനിയിപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 3:16 is very very famous verse. It is known as the golden verse in the Bible. ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം, അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ബൈബിളിൽ സുവർണവാക്യം എന്ന പേരിൽ അറിയപ്പെടുന്ന വേദവചനമാണ് യോഹന്നാൻ 3:16. For God so loved the world that he gave his one and only son, that whoever believes in him shall not perish but have eternal life. 16-ാമത്തെ വചനം മലയാളത്തിൽ ഇങ്ങനെയാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. Actually, if we go to the foundations of Christian faith, this is the foundational verse, or this is the foundational principle, that God loved us so much that he sent his only begotten son for us to die
in our place. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചെകഞ്ഞ് പരിശോധിച്ചാൽ, അതിൻ്റെ താഴേക്ക് പോയി പരിശോധിച്ചെടുത്താൽ ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട സംഗതി ഇതാണ്: ദൈവം തൻ്റെ മകനേക്കാൾ അധികമായിട്ട് ഈ ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യരെ സ്നേഹിച്ചു എന്ന വസ്തുതയാണ്. When I say, by the time I do just like this, hundreds and hundreds of people are gone into eternity. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു ഞൊടിയിൽ ഞാനൊന്ന് കൈവിരൽ ഒടിക്കുന്ന ഈ സമയത്തിനുള്ളിൽ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടുന്നത്. They are gone from this world. ഈ ലോകത്തിൽ നിന്ന് അവർ മാറുകയാണ്. Did you take it serious? നിങ്ങളിത് കാര്യഗൗരവമായി എടുക്കുന്നുണ്ടോ? Every second hundreds are gone from this world. ഓരോ സെക്കൻഡിലും നൂറുകണക്കിന് ആളുകളാണ് മരണത്തിലൂടെ ഈ ലോകത്തോട് വിട പറയുന്നത്. And one day I also will have to go. You also will have to go. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടവരാണ്. We are here temporarily for a very limited span of time. നിങ്ങൾക്കറിയാമോ, ഒരു നിശ്ചിത സമയ ദൂരത്തേക്ക് മാത്രം ജീവിക്കാൻ വേണ്ടി, താൽക്കാലികമായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. This knowledge and this understanding will make us wiser. ഈ ഒരു ജ്ഞാനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള അറിവ് ഒരു വ്യക്തിയെ ജ്ഞാനിയാക്കി തീർക്കും. The heart of a wise man is in the house of lamentation. അതുകൊണ്ടാണ് Solomon says. ബൈബിൾ പറയുന്നത് ജ്ഞാനിയുടെ ഹൃദയം മരണ വീട്ടിലായിരിക്കുന്നു എന്ന്. If we think of the end of the matters, we will serve the Lord with sincerity and integrity. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ച്, കാലഘട്ടത്തിന്റെ അവസാനത്തെക്കുറിച്ച് ഒരു വ്യക്തി ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി അധികം പ്രവർത്തിക്കാൻ ആ വ്യക്തികൾ ഉത്സുകരായി തീരും. The Bible says all have sinned and they have gone short of the glory of God. ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. In other words, all the human race is perishing. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യ സമൂഹം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. But into this perishing world, God's love was demonstrated in the form of Jesus Christ. എന്നാൽ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ നടുവിൽ ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത്, വെളിപ്പെടുത്തിയത് തന്റെ പുത്രനിലൂടെയാണ്. ഒരു ഹല്ലേലൂയ പറയാൻ സമയമായി. Hallelujah. Hallelujah. Verse number 17 says, for God did not send his son into the world to condemn the world, but to save the world through him. അതുകൊണ്ടാണ് 17ാമത്തെ വചനത്തിൽ നമുക്ക് ആശ്വാസമുള്ള ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണത് അവിടെ എഴുതിയിരിക്കുന്നത്: ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ കുറ്റം വിധിക്കുവാനല്ല, അവനിലൂടെ ലോകത്തെ രക്ഷിക്കുവാനാണ്. I have a good news for you today. ഇന്ന് എനിക്കൊരു നല്ല വർത്തമാനം നിങ്ങളോട് പറയാനുണ്ട്. If you pray for a job to God, I believe my Jesus has a lot of job opportunities in his hands to give you. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്കൊരു കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. യേശുവിൻ്റെ കയ്യിൽ ജോലിക്കുള്ള നൂറുകണക്കിന്, ആയിരക്കണക്കിന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സാധ്യതകളുണ്ട്. Many years back, I wanted to have a job and I started praying. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ടായിരുന്നു. അത്തരം ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. I was not a job hunter just like so many youths are here today, but I was a job seeker with the Lord. ഞാൻ ഇന്നത്തെ അനേക യൗവനക്കാരെ പോലെ, യുവാക്കന്മാരെ പോലെ ജോലി
തേടി ഇറങ്ങുന്ന ഒരു വ്യക്തി, അന്വേഷിച്ചിറങ്ങുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു, മറിച്ച് ദൈവത്തോട് എനിക്കുള്ള ജോലി ഏത് എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. I was different in that case. എന്റെ കാര്യത്തിൽ ഞാൻ വളരെ വ്യത്യസ്തനായിരുന്നു. Not only that, I was not that qualified to hunt for jobs. അത് മാത്രമല്ല, ജോലിക്ക് വേണ്ടി ഹണ്ട് ചെയ്തിറങ്ങാൻ തക്ക വിധത്തിലുള്ള വലിയ വിദ്യാഭ്യാസ യോഗ്യതകളും എനിക്കില്ലായിരുന്നു. But I believe something. എന്നാൽ ഞാൻ ഒരു കാര്യം വിശ്വസിച്ചു. My God, എന്റെ ദൈവം, I believe my God is capable enough to give me a job. എന്റെ ദൈവം എനിക്കൊരു ജോലി നൽകുവാൻ അതീവ ശക്തനാണെന്ന കാര്യം ഞാൻ വിശ്വസിച്ചു. So do you know what happened? എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? Even without my filling an application, I was appointed in a publication company. നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഒരു അപേക്ഷാ ഫോം കൊടുക്കാതെ തന്നെ ഒരു പബ്ലിക്കേഷൻ കമ്പനിയിൽ എന്നെ ജോലിക്കെടുത്തു. Hallelujah. ഹല്ലേലൂയ. Hallelujah. Actually, one young man came to my home and he was taking me to that office so that I could get a job. സത്യത്തിൽ നടന്നത്, ഒരു യൗവനക്കാരൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി ആ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ അവിടെ ജോലിക്ക് ചേർപ്പിക്കുകയായിരുന്നു. What I'm trying to say is, if you pray for a specific thing, Jesus will give you specific answers. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രത്യേകമായ വിധത്തിൽ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ വിശിഷ്ടമായ വിധത്തിൽ തന്നെ അതിന്റെ മറുപടികളും ദൈവം നിങ്ങൾക്ക് നൽകും. Hallelujah. എത്ര പേർ ചേർത്ത് ഒരു ഹല്ലേലൂയ പറയാം? Do you know that you are special to the heart of God? നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ നിങ്ങളുടെ യേശുവിന് വളരെ പ്രിയപ്പെട്ടതാണെന്നുള്ള യാഥാർത്ഥ്യം? Each and everyone, brothers, sisters, sitting here, you are so special to God. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, സഹോദരിമാരെ സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തരും യേശുവിന് വളരെ വിലപ്പെട്ടവരാണ്. Somebody say thank you Jesus. കൈകൾ ഉയർത്തിയിട്ടൊന്ന് പറയാമോ? താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. Hallelujah. Hallelujah. Many of you doubt, no, I'm not so special because I have so many sins and weaknesses and shortcomings in me. So I don't think I am a special one to God. ഒത്തിരി പേര് ഇപ്പോൾ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബ്രദറിന് ഇങ്ങനെ വിലപ്പെട്ടവനാണെന്നൊക്കെ പറയാം, പക്ഷെ ഞാൻ എങ്ങനെ വിലപ്പെട്ടവനാകും? എത്രയോ പാപങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, എന്നെ പോലെ ഇങ്ങനെയുള്ള ഒരാൾക്ക് യേശുവിന് വിലപ്പെട്ടവനായി മാറാൻ സാധിക്കുമോ? To a normal parent, to a normal father or mother, if he or she has 5 children, you ask him, you ask her, he will say, each child is so special to me. ഒരു അപ്പന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് 5 മക്കളുണ്ടെന്ന് കരുതുക. ആ അമ്മയോട് വിളിച്ചിട്ട് ഏതു മകനാണ് മകളാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അമ്മ പറയും, ഓരോ മക്കളും എനിക്ക് വിലപ്പെട്ടതാണ്. Because they are born out of me. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഓരോ മക്കളെയും ഞാൻ നൊന്ത് പ്രസവിച്ചതാണ്, എന്നിൽ നിന്ന് പുറത്തു വന്നതാണ്. I cannot reject anyone. എനിക്ക് ആരെയും അതിൽ തള്ളിക്കളയാൻ സാധ്യമല്ല. All are my children. കാരണം എല്ലാവരും എന്റെ മക്കളാണ്. Our Father, our Heavenly Father, our great Father, the Father of all fathers, He has billions of children on earth. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ പിതാവിന്, നമ്മുടെ സ്വർഗീയ പിതാവിന്, സകല ചരാചരങ്ങൾക്കും പിതാവായിരിക്കുന്നവന്, അവനിന്ന് ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് മക്കൾ ഈ ഭൂമിയിലുണ്ട്. And the Bible says the desire of the Father is that none should perish. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ പിതാവായിരിക്കുന്ന സ്വർഗീയ പിതാവിന്റെ ആഗ്രഹം ഇതാണ്, ഒരു മനുഷ്യനും നശിച്ചു പോകരുത്. Hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? Can I tell you something? ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ. There are precious ones sitting on the front row here. ഇവിടെ ഇരിക്കുന്ന ആദ്യത്തെ നിരയിലിരിക്കുന്ന ഓരോ വ്യക്തികളും യേശുവിന് വിലപ്പെട്ട വ്യക്തികളാണ്. The heart of the Father is that no one, no man, no woman, no child sitting here should perish. അതുകൊണ്ട് പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇതാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും, ഒരു മനുഷ്യനും, ഒരു സ്ത്രീയും, ഒരു പുരുഷനും, ഒരു കുട്ടിയും ആരും നശിച്ചു പോകരുത്. Hello. Oh, that is about the front. What about the second row? അതും ആദ്യത്തെ നിരയിലുള്ളവരുടെ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാം നിരയിലുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? The Bible says no one shall perish. ബൈബിൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളും നശിച്ചു പോകരുതെന്നാണ് പിതാവ്
അതാവാം ദൈവത്തിന്റെ Okay, ആഗ്രഹം. okay. Second row may escape, but the last row, the backbenchers, they should perish. ഓ, അന്ന് രണ്ടാമത്തെ റോ വരെ രക്ഷപ്പെട്ടു. എന്നാൽ അവസാനത്തെ നിലയിലെത്തുമ്പോൾ അവരുടെ ഗതി എന്താകും? അവര് നശിച്ചു പോകുമോ? The Bible says, no one shall perish if they turn to the Lord. ഓ, ബൈബിൾ പറയുകയാണ് ആരും ദൈവത്തിലേക്ക് തിരിയാതെ നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. Can you shout amen to that? ഓ, നശിച്ചു പോകരുതെന്ന് നിങ്ങളെ കുറിച്ച് ആഗ്രഹമുണ്ടെന്ന് കരുതുന്ന ആ ദൈവത്തോട് ഒരു ആമേൻ ഉറക്കെ കൈ ഉയർത്തിയിട്ട് പറയാമോ? For God did not send his son into the world to condemn the world, but to save the world through him. 17ാമത്തെ വചനം, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ കുറ്റം വിധിക്കുവാനല്ല, അവനിലൂടെ ലോകത്തെ രക്ഷിക്കുവാനാണ്. Hallelujah. Hallelujah. Jesus is the savior of every person. ഓർക്കുക, യേശു ഓരോ വ്യക്തിയുടെയും രക്ഷകനാണ്. Hallelujah. Hallelujah. I usually give a simple example. ഞാൻ സാധാരണയായിട്ട് വളരെ എളുപ്പമുള്ള ചില ഉദാഹരണങ്ങൾ കൊടുക്കാറുണ്ട്. For example, suppose you have a 1,000 rupee note in your hands. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ, ഞാൻ സാധാരണ പറയുന്ന ഉദാഹരണം ഇതാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപ നോട്ട് ഉണ്ടെന്ന് കരുതുക. As you are traveling, somehow by mistake you dropped the currency, and then a truck came and it just went on it. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ 1000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയി. ആ നഷ്ടപ്പെട്ട 1000 രൂപയുടെ മുകളിലൂടെ ഒരു ട്രക്ക് കയറി ഇറങ്ങി എന്ന് കരുതുക. Now the shape of the 1,000 rupee note, it is torn and it is full of dirt. ഇപ്പോൾ ആ 1000 രൂപ അതിന് അവിടെ ഇവിടെ എല്ലാം കീറല് സംഭവിച്ചു. അത് മാത്രമല്ല, മുഴുവൻ പൊടിയും അഴുക്കും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്ന് കരുതുക. If you give this note to a shopkeeper, sometimes he would give you back. Oh, I will not take this. Give me a fresh one. ചില സമയത്ത് ഇത്തരം കീറി പറഞ്ഞ നോട്ട് നിങ്ങൾ ഒരു കടക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പറയും, ഇത് ഞാനിവിടെ എടുക്കില്ല, വേറെ പുതിയ നോട്ട് തരാൻ അയാൾ ആവശ്യപ്പെടും. But if you take this note to the Reserve Bank, എന്നാൽ നിങ്ങൾ ആ നോട്ട് നിങ്ങൾ റിസർവ് ബാങ്കിലേക്ക് കൊണ്ടുപോകും. the Reserve Bank will take it and give you a fresh note. റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? അതെടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു പുതിയ നോട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ച് തരും. Because the Reserve Bank knows the value of a 1,000 rupee note, whether it is dirty or turned, they know the price, they know the value. കാരണം റിസർവ് ബാങ്കിന് ഒരു 1000 രൂപയുടെ വില നന്നായിട്ട് അറിയാം. അതിൽ അഴുക്ക് പറ്റിക്കോട്ടെ, അതിന് കീറൽ സംഭവിച്ചോട്ടെ, പക്ഷെ അത് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ നോട്ടാണെങ്കിൽ ആ നോട്ടിന്റെ വില അവർക്ക് വ്യക്തമായിട്ട് അറിയാം. In the same way, only the Creator knows your value. അതുപോലെ തന്നെ നിങ്ങളുടെ സൃഷ്ടാവിന് മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ വില അറിയുകയുള്ളൂ. Maybe your husband is not giving you the value you deserve. നിങ്ങൾ അർഹിക്കുന്ന ഒരു വില ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തരുന്നു കാണില്ല. Maybe your parents are not giving you the honor and the respect. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ട ആ യോഗ്യതകളും അതുപോലെ ബഹുമാനങ്ങളും നിങ്ങൾക്ക് തരുന്നില്ലായിരിക്കാം. But the heavenly Dad knows the real value of yours. എന്നാൽ സ്വർഗ്ഗത്തിലെ പിതാവ് നിങ്ങൾക്ക് വേണ്ട യഥാർത്ഥ വില അവൻ നൽകി തരും. Hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ആസ്മ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതിശക്തമായ ആസ്മ യേശുവിൻ നാമത്തിൽ ആ ശരീരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകട്ടെ. ദൈവിക രോഗസൗഖ്യം അത്ഭുതകരമായി അവർക്ക് ഉണ്ടാകട്ടെ. അതുപോലെ ഫിസ്റ്റുല, ഫിഷർ, അങ്ങനെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. എല്ലാവിധ വ്രണങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കരിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൈ BP യേശുവിൻ നാമത്തിൽ നോർമലാകട്ടെ. അതുപോലെ ഷുഗർ യേശുവിൻ നാമത്തിൽ നോർമൽ ആകട്ടെ. ഡയബറ്റീസ് സൗഖ്യം ആകട്ടെ ഇൻ ജീസസ് നെയിം. കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആകട്ടെ. WBCയുടെ കൗണ്ട് നോർമൽ ആകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ക്രിയാറ്റിൻ ലെവൽ യേശുവിൻ്റെ നാമത്തിൽ ഹൈ ആയത് നോർമൽ ആയി മാറട്ടെ. ശരീരത്തിലെ വിവിധ രക്തത്തിലെ ഘടകങ്ങളെല്ലാം നോർമൽ ആകേണ്ടത് നോർമൽ ആകട്ടെ.
എല്ലാവിധ ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവിക രോഗസൗഖ്യത്തോടൊപ്പം പൈതങ്ങൾ അവർക്ക് ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗർ മൂലം ആന്തരാവയവങ്ങൾക്ക് കേടുപറ്റിയ വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാവിധ വാതരോഗങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അലർജികളും സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം ഓരോ വ്യക്തിയിലും കൊടുക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. പുതിയ ഭവനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളിൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി അവരോട് ചേർന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരെയും കണ്ണുനീരും കരച്ചിലും കണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. നിങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ജനങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യപ്പെട്ട ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന DVD ആവശ്യമുള്ളവർ സ്ക്രീനിലെ നമ്പറുകളിൽ വിളിക്കണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള വിവിധ പ്രസിദ്ധീകരണങ്ങൾ, ആശിഷമാരി എന്ന സ്റ്റോറി രൂപത്തിലൂടെയുള്ള ദൈവവചനത്തിൻ്റെ അവതരണം, അതുപോലെ എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലുള്ളത് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് വാങ്ങാവുന്നതാണ്. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഓർക്കുക, അടുത്ത ആഴ്ചയിൽ ജീസസ് ദ ഫ്രീഡം ഗിവർ എന്ന സന്ദേശം നമ്മൾ തുടരുന്നതാണ്. മറ്റ് ചില സന്ദേശങ്ങൾ കേൾക്കാൻ സാധിക്കും. ബ്ലെസ്സിങ് ടുഡേയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, നിറയാൻ എല്ലാവർക്കും തുടർന്നും സ്വാഗതം. ഗോഡ് ബ്ലെസ് യു. സീ യു ഓൺ മൺഡേ. ബൈ. ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശുവിന്റെ രണ്ടാം വരവ് വരെ മരിക്കുകയില്ലെന്ന് ശിഷ്യന്മാർ കരുതിയ വ്യക്തി ആര്? Of which disciple did other disciples believe that he would not die but see the second coming of the Lord? Options: A. Lucas, B. Yohanan, C. Matthias, D. Patros. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതായിരിക്കും. ബ്രദർ ഡാമിയൻ തന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്കായി തയ്യാറാക്കിയത് എന്റെ പ്രാർത്ഥനാ ഡയറി. ജീവിതത്തിലെ വിവിധ അവസരങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകം, എന്റെ പ്രാർത്ഥനാ ഡയറി. ഇതിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ലളിതമായ പഠനം, 50 ശക്തിയേറിയ മാതൃകാ പ്രാർത്ഥനകൾ എന്നിവ കൂടാതെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികളും എഴുതുവാൻ പ്രത്യേകം പേജുകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വന്തമാക്കേണ്ട പുസ്തകം, എന്റെ പ്രാർത്ഥനാ ഡയറി. കോപ്പികൾ തപാലിലൂടെ ആവശ്യമുള്ളവർ വിളിക്കുക. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.